തുടർഭരണം നിലനിർത്താൻ LDFും ഭരണം നേടാൻ UDFും അക്കൗണ്ട് തുറക്കാൻ BJPയും ഇപ്പോൾ കൊല്ലം ജില്ലയിൽ അധ്വാനിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ UDFന് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറുമ്പോൾ കൊല്ലം പലപ്പോഴും LDFന് അനുകൂലമായി നിന്നിട്ടുള്ള കാലമുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി UDFന് അനുകൂലമായിട്ടാണ് കൊല്ലം ജില്ലയും മാറിയിരിക്കുന്നത്. UDF ട്രെൻഡിനൊപ്പം കൊല്ലവും ചേർന്നു എന്ന് പറയാം. കൊല്ലത്ത് 2021 കൊല്ലം ജില്ലയിലുള്ളത് 11 നിയമസഭാ സീറ്റുകളാണ്. 2021 വന്നിട്ട് 9 ഇടങ്ങളിലും LDF ആണ്. തലസ്ഥാനത്ത് ഭരണം ആര് പിടിക്കുന്നുവോ അവരോടൊപ്പമാണ് തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും എന്ന് പറയാറുണ്ട്. അത് ശരി തന്നെയാണ്. മുൻകാല രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാകും. 2021 കണക്കെടുക്കുമ്പോഴും തിരുവനന്തപുരം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13ഉം LDFന്, 1 മാത്രമാണ് UDFന്റെ കൈവശമുള്ളത്, അത് കോവളം. കൊല്ലം ജില്ലയിൽ 2021 കണക്കെടുക്കുമ്പോൾ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 LDFനും 2 UDFനുമാണ്. UDFന്റെ കയ്യിലിരിക്കുന്നത് കരുനാഗപ്പള്ളിയും മറ്റൊന്ന് കുണ്ടറയുമാണ്. കൊല്ലത്ത് ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് LDF വൻ ഭൂരിപക്ഷത്തിൽ കയറി വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ വളരെ തുച്ഛമായ വോട്ടിന് മാത്രമാണ് കടന്നു വന്നിട്ടുള്ളത്. കരുനാഗപ്പള്ളിയിലെ കാര്യം തന്നെ നോക്കുക. അവിടെ CPIയുടെ മണ്ഡലമാണ്. അവിടുത്തെ MLA ഇപ്പോൾ CR മഹേഷാണ്. 2016 മത്സരിച്ചു പരാജയപ്പെട്ടു. പക്ഷെ ആ മണ്ഡലത്തിൽ വളരെ അധ്വാനിച്ചു നിന്നു CR മഹേഷ്. അതുകൊണ്ട് തന്നെ മഹേഷിന് കേരളമെമ്പാട് ഒരു LDF തരംഗമുണ്ടായ സാഹചര്യത്തിൽ പോലും മഹേഷിന് ആ മണ്ഡലം പിടിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് 2016 പരാജയത്തിന് ശേഷവും അതിശക്തമായിട്ട് അവിടെ പ്രയത്നിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ 2026 എത്തുമ്പോഴും CR മഹേഷ് ആയാലും ഇനി വേറെ ഏതെങ്കിലും കോൺഗ്രസിലെ ആരെങ്കിലും ആയാൽ പോലും ആ മണ്ഡലം അവർക്ക് നിലനിർത്താൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അന്ന് മഹേഷ് ജയിക്കുന്നത് 29,208 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്ന സാഹചര്യത്തിൽ CR മഹേഷിന് ഈ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. UDFന് ഈ സീറ്റ് ഉറപ്പാണ്. രണ്ടാമത് വരുന്നത് ചവറയാണ്. ചവറ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് RSP ആണ് ഓർമ്മ വരുന്നത്. ചവറ മുതൽ ചവറ വരെ എന്നൊക്കെ നമ്മൾ പരിഹസിച്ച് പറയാറുണ്ട്. ചവറയില് 2021 വിജയിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ളയാണ്. 2016 വിജയിച്ച വിജയൻപിള്ളയുടെ മകൻ ഡോക്ടർ സുജിത് വിജയൻപിള്ള. വിജയൻപിള്ളയുടെ മരണത്തെ തുടർന്നാണ് സുജിത് വിജയൻപിള്ള വരുന്നത്. ചവറയിൽ നിന്ന് അദ്ദേഹം ജയിച്ചിരിക്കുന്നത് 2021 ശക്തമായ LDF തരംഗം ഉണ്ടായിട്ട് പോലും വിജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 1096 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും UDFന്റെ ഇടത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ചവറയിൽ ഷിബു ബേബി ജോൺ തന്നെ ആയിരിക്കും മത്സരിക്കുക. ഷിബു ബേബി ജോൺ കൊല്ലം മണ്ഡലവും നോട്ടമുള്ളതായിട്ടാണ് അറിയുന്നത്. പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഷിബു ബേബി ജോൺ എന്തായാലും കൂടുതൽ സാധ്യത ചവറയിലേക്ക് തന്നെ ആയിരിക്കും. വിജയവും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. 1096 വോട്ടും ഭൂരിപക്ഷത്തിൽ ജയിച്ച വിജയൻ പിള്ളയെ തന്നെയാണ് ഇക്കുറി LDF നിർത്താൻ താല്പര്യപ്പെടുന്നതെന്നാണ് അറിയുന്നത്. അതുപോലെ മൂന്നാമത് വരുന്നത് കോവൂർ കുഞ്ഞുമോൻ. കോവൂർ കുഞ്ഞുമോൻ LDFന്റെ ഭാഗമാണെങ്കിലും ഘടകകക്ഷിയായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല. ഒരു മന്ത്രി സ്ഥാനം പോലും കൊടുത്തിട്ടില്ല. എത്രയോ വട്ടമായിട്ട് ജയിച്ചു കയറി വരികയാണ്. കോവൂർ കുഞ്ഞുമോനോട് ഒരു തീണ്ടലും ഒക്കെ കൽപ്പിച്ചങ്ങ് നിർത്തിയിരിക്കുകയാണ്. കുഞ്ഞുമോൻ അതെല്ലാം അങ്ങ് സഹിച്ച് അവിടെ നിൽക്കുകയുമാണ്. കോവൂർ കുഞ്ഞുമോൻ കുന്നത്തൂരിൽ നിന്ന് ജയിച്ചിരിക്കുന്നത് 2790 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്.
ആ ഭൂരിപക്ഷം തകർക്കാൻ കഴിയും. കോവൂർ കുഞ്ഞുമോനെതിരായിട്ടുള്ള ഒരു വികാരം ആ മണ്ഡലത്തിൽ നിൽപ്പുണ്ട്. കൂടാതെ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും നിൽക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ കോവൂർ കുഞ്ഞുമോനെ പരാജയപ്പെടുത്താൻ കഴിയും എന്നാണ് അറിയുന്നത്. കോവൂർ കുഞ്ഞുമോൻ തന്നെയാണ് 2026 മത്സരിക്കുക എന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട്. സ്വതന്ത്രനായിട്ട് LDFന്റെ സ്വതന്ത്രനായിട്ട് മത്സരിക്കും എന്നുള്ളതാണ്. LDF സ്വതന്ത്രനെ ജയിപ്പിച്ചു കൊണ്ടുവരിക എന്നൊന്നും CPMകാർക്ക് വലിയ ബാധ്യതയൊന്നും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും അവിടെ കുന്നത്തൂരിൽ കോൺഗ്രസ് നല്ല ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിക്കഴിഞ്ഞാൽ അത് വിജയിച്ചെടുക്കാൻ കഴിയും. കുന്നത്തൂരെ RSP തന്നെ ആയിരിക്കും, UDFലെ RSP തന്നെ ആയിരിക്കും മത്സരിക്കാൻ സാധ്യതയുള്ളത്. അടുത്തത് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. നമ്മുടെ ബാലകൃഷ്ണപിള്ളയുടെ തട്ടകമായിരുന്നല്ലോ ഒരു കാലത്ത്. പിന്നീട് ഐഷ പോറ്റി വന്നു. പിന്നീട് 2021 വന്നിട്ട് KN ബാലഗോപാല് അവിടെ നിന്ന് വിജയിച്ചു വന്നു. ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്. ഐഷ പോറ്റി പിന്നീട് LDFൽ നിന്ന് CPMൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. മിക്കവാറും UDFനെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് അറിയുന്നത്. 10,814 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അന്ന് ബാലഗോപാൽ വിജയിച്ചു വന്നത്. ഈ 10,814 വോട്ടെന്ന് പറയുമ്പോൾ നിയമസഭയിൽ അതൊരു വലിയ ഭൂരിപക്ഷമായിട്ട് കാണും, ആയിക്കൊള്ളട്ടെ. പക്ഷേ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ട്. പിന്നെ ധനകാര്യ വകുപ്പിന്റെ വേണ്ടത്ര കാര്യക്ഷമതയോടുകൂടിയുള്ള ഭരണം ഇല്ലാതെ വരിക, കേരളത്തിന്റെ ധനക്കമ്മി, ഇതൊക്കെ ശക്തമായ തിരിച്ചടി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്ന് UDF കണക്ക് കൂട്ടുന്നുണ്ട്. അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിക്കൊടുത്താൽ എന്തിന് UDFന്റെ കോട്ടയിലേക്ക് വന്നിരിക്കുകയാണ് ഐഷ പോറ്റിയെങ്കിൽ ഐഷ പോറ്റിയെ തന്നെ നിർത്തിയാൽ ഈ മണ്ഡലവും ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒന്നാണ്. 10,814 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പത്തനാപുരത്ത് അവിടെ ഇപ്പോൾ ഗണേഷ് കുമാറിനെ തോൽപ്പിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് UDFൽ നിന്ന് കോൺഗ്രസിലെ ജ്യോതികുമാർ ചാമക്കാല കാലങ്ങളായിട്ട് അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ഗണേഷ് കുമാറിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ചാമക്കാലയുടെ ഒരു പ്രധാന അജണ്ട തന്നെ. ഗണേഷ് കുമാർ 5ാം വട്ടമാണ് വിജയിച്ചു വന്നിരിക്കുന്നത്. 2021 14,336 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗണേശനെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ഇത്തിരി ദുഷ്കരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് LDFന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് B ഇപ്പോൾ LDFന്റെ ഭാഗമാണ്. അത് ഗണേഷ് കുമാർ നിലനിർത്തും എന്നുള്ളതും ഉറപ്പാണ്. അടുത്തത് വരുന്നത് ചടയമംഗലം മണ്ഡലമാണ്. CPIയുടെ മണ്ഡലമാണ്. ചിഞ്ചുറാണി മന്ത്രി ചിഞ്ചുറാണിയാണ് 13,678 വോട്ടിന്റെ ഭൂരിപക്ഷം 2021 പക്ഷെ ചിഞ്ചുറാണിക്ക് എതിരായിട്ടുള്ള ഒരു ശക്തമായ വികാരം കേരളമെമ്പാടും ഉണ്ടെന്നുള്ളതാണ്. കാര്യക്ഷമതയോടുകൂടി ആ വകുപ്പ് നന്നായി ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പരാതി ഈ 2021 എല്ലാ മന്ത്രിമാരെ കുറിച്ചുമുണ്ട്. മുഹമ്മദ് റിയാസ് ഒഴിച്ച് ബാക്കി എല്ലാവരെ കുറിച്ചുമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും ചടയമംഗലം. അതുപോലെ PC വിഷ്ണുനാഥിന് കുണ്ടറ നിലനിർത്താൻ കഴിയും. കാരണം മികച്ച പ്രകടനമാണ് അവിടെ കാഴ്ചവെച്ചത്. ചെങ്ങന്നൂരിൽ നിന്ന് വിജയിച്ചു പോയി 2ാം തവണ പരാജയപ്പെട്ടു. കാരണം പിന്നെ PC വിഷ്ണുനാഥിനെ ജനങ്ങൾ കാണുന്നത് ചാനൽ ചർച്ചകളിൽ മാത്രമായിരുന്നു. പക്ഷെ കുണ്ടറയിൽ അതല്ല. കുണ്ടറയിൽ സജീവമായി രംഗത്തുണ്ട്. കൊല്ലമാണ് CPMന് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു മണ്ഡലം. അവിടെ മുകേഷ് ഉറപ്പായും പരാജയപ്പെടും. 2021 2072 വോട്ടിന് മാത്രമാണ് വിജയിച്ചത്. കൊല്ലത്തുകാർക്ക് വേണ്ടാത്ത ഒരു MLA ആണ്. മുകേഷ് മാറുമ്പോൾ മത്സരിക്കാനായിട്ട് ഡോക്ടർ ചിന്തോജറോം തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എതിർ പാർട്ടിക്കാർക്ക്, അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിലിരുന്നാൽ മതി. ഡോക്ടർ ചിന്തോജറോം രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ തോൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. മറ്റും ഒരു മണ്ഡലം ഇരവിപുരമാണ്. RSPയുടെ പഴയ തട്ടകമാണ്. നൗഷാദാണ് അവിടുത്തെ സിറ്റിംഗ് MLA. 28,121 വോട്ടിനാണ് അവിടെ നിന്ന് വിജയിച്ചത്. 28,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച നൗഷാദ് വളരെ ജനകീയനാണ്. പക്ഷെ മുസ്ലിം ലീഗ് സീറ്റ് നോട്ടമിടുന്നുണ്ട്. മുസ്ലിം വിഭാഗം കൂടുതലുള്ള ഒരു മണ്ഡലമായതുകൊണ്ട്. ഇനി വരുന്ന ഒരു മണ്ഡലം ചാത്തന്നൂരാണ്. ഇവിടെ
BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തി. ജയലളിത 17,206 വോട്ടിനാണ് വിജയിച്ചത്. തൊട്ടു പിന്നാലെ BJPയുടെ സ്ഥാനാർത്ഥിയുണ്ട്. അതുകൊണ്ട് BJP കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരിടം കൂടിയാണ് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂര്. അപ്പോൾ LDFന് കനത്ത നഷ്ടമായിരിക്കും 2026 കൊല്ലം ജില്ലയിൽ സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.